നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി അത് നടക്കില്ല. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വേലി തന്നെ വിളവ് തിന്നാൻ നോക്കിയാൽ ആ വേലി ഞാൻ അങ്ങ് പൊളിച്ചു കളയുമെന്ന്. വിശ്വാസവഞ്ചന എന്നെ കൊല്ലുന്നതിന് തുല്യമാ. അത് മക്കളായാലും ശരി, മരുമക്കളായാലും ശരി. നീ നേരത്തെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. നീ അനാഥ ആയതുകൊണ്ട് അനാഥ കുട്ടികളുടെ വിഷമം നിനക്ക് വേഗത്തിൽ മനസ്സിലാവുമെന്ന്. അങ്ങനെ ഒരു മനസ്സ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികളുടെ ഭക്ഷണ പൈസ കൂടി നീ തട്ടിയെടുക്കുമായിരുന്നോ? ഞാൻ ഇപ്പൊ നിനക്ക് തന്ന ഈ അടി എന്നെയും എന്റെ മക്കളെയും ചതിച്ചതുകൊണ്ട് മാത്രമല്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത കുറെ പാവം കുട്ടികളെ എന്റെ പേര് പറഞ്ഞ് ചതിച്ചതിനും കൂടിയാ. ആ, എനിക്കിത് വേണം. മരുമകളായി കാണേണ്ട നിന്നെ ഞാൻ മകളായി കണ്ട് സ്നേഹിച്ചു, വിശ്വസിച്ചു. കുറെ പണം പോയതിലല്ല, അതിനിയും വരും. പക്ഷെ പോയ വിശ്വാസം ഇനി വരില്ല. അച്ഛാ, ഞാൻ തെറ്റുകാരി തന്നെയാ, അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് മാപ്പ് തരില്ലെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊരു അപേക്ഷയുള്ളൂ. നന്ദേട്ടന്റെ കൂടെ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അച്ഛാ. എന്നോട് ആരും ക്ഷമിച്ചില്ലെങ്കിലും എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. നന്ദേട്ടന്റെ താലിയും കഴുത്തിലിട്ട് എന്നെ ഇവിടെ നിറക്കി വിടരുത്. ഞാൻ തെറ്റ് ചെയ്തവള് തന്നെയാ. പക്ഷെ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയോർത്ത് എന്നെ ഇവിടെ തുടരാൻ അനുവദിക്കണം. മുൻപായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞാൻ നടപ്പിലാക്കിയേനെ. പക്ഷേ ഇപ്പൊ അവന്തികയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല, നന്ദന. അതുകൊണ്ട് നന്ദൻ തന്നെ തീരുമാനിക്കട്ടെ. എന്റെ ഭാര്യ എന്ന രീതിയിലല്ലച്ച, എന്നെ മാത്രമല്ല ഇവിടെ ചതിച്ചിരിക്കുന്നത്, ഈ കുടുംബത്തെ മുഴുവനുമാ. അപ്പോ ഗൃഹനാഥനായ അച്ഛൻ തന്നെ തീരുമാനം എടുക്കുന്ന അതിന്റെ ശരി. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും പണമാണ് ഇവളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് വേണേലും തീരുമാനിക്കാം. ഇവളുടെ ഭർത്താവ് എന്നതിലുപരി ഒരു മകനായി നിന്നുകൊണ്ട് ഞാൻ ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യും. അച്ഛൻ തന്നെ പറഞ്ഞാട്ടെ. ശരി, തീരുമാനം ഞാൻ പറയാം. ഇപ്പോ ഈ നിമിഷം അവന്തിക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇനിയുള്ള കാലം നമ്മുടെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലോ മറ്റോ നിനക്ക് താമസിക്കാം. ഈ ഒരു ഔദാര്യം നിന്നോട് ഞാൻ ക്ഷമിച്ചതുകൊണ്ടല്ല. എന്റെ മകന്റെ ഭാര്യ എന്ന ബന്ധം
താലി അറുക്കാതെ മുന്നോട്ട് പോകണമെന്ന് കരുതിയിട്ടാ. നാളെ തന്നെ നീ കൈക്കലാക്കിയ എല്ലാ പണവും അതിന് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം. ഇനി ഒരു കാര്യത്തിനും നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. നീ നേരത്തെ പറഞ്ഞത് മുഖവിലക്കെടുത്താൽ നിനക്കിവിടെ അല്ലാതെ എവിടെ വേണമെങ്കിലും എന്റെ മോനോടൊപ്പം കഴിയാം. അവൻ നിന്നോടൊപ്പം ഇപ്പൊ ഇറങ്ങിയാലും ഞാൻ അവനെ തടയില്ല. എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ചതിച്ച ഇവൾ നാളെ എന്നെയും ചതിക്കും. എനിക്കുറപ്പാ അത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളോടൊപ്പം പോകുന്നില്ല. നീ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോ വളരെ കുറഞ്ഞ ശിക്ഷയാണിതെന്ന് എനിക്കറിയാം. അത് മനഃപൂർവ്വ. എന്റെ മകന്റെ താലി ഓർത്തിട്ടല്ല അത്. ജീവന്റെ ജീവനായി ഞാൻ കൊണ്ടുനടന്ന എന്റെ ചങ്ങാതിയെ ഓർത്തിട്ട്. വിനയചന്ദ്രൻ എന്ന നിന്റെ അച്ഛനെ ഓർത്തിട്ട്. അവന്തിയേക്ക് ഇറങ്ങാം. അച്ഛാ, ഞാൻ ഇനി ഈ കാര്യത്തിൽ എനിക്കൊന്നും കേൾക്കാനില്ല, ഒന്നും പറയാനുമില്ല. ശരി, ഇനി ആരുടെയും കാല് പിടിക്കാൻ ഞാനില്ല. എനിക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ തുടർന്നിട്ടിപ്പോ എന്തിനാ? സ്വന്തം ഭാര്യയ്ക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ തുടരണോ വേണ്ടയോ എന്നുള്ള അവകാശം ഞാൻ എന്റെ ഭർത്താവിന് വിടുന്നു. ഈശ്വരൻ എന്ന് പറയുന്നതേ ഒരാളുടെ മാത്രം സ്വന്തം അല്ല എടുത്തി. എപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ചെടുക്കുമെന്ന് കരുതണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.